ഇനിയിപ്പോൾ പുതുതായിട്ട് വരുന്ന കെ.ബി. ഗണേഷ് കുമാർ ആയിരിക്കും സ്വാഭാവികമായും മന്ത്രി എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ആര് തന്നെ ആയാലും അദ്ദേഹത്തിന് കൊടുക്കാൻ എന്തെങ്കിലും ഉപദേശമുണ്ടോ? KSRTC ഇങ്ങനെ പോയാൽ മതിയോ, അതോ ഇക്കാര്യത്തിൽ സർക്കാർ കൂടുതൽ ഇടപെടണോ, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ രാജിക്കത്ത് കൊടുത്തതല്ലേ ഉള്ളൂ. മന്ത്രി അല്ലാതായല്ലോ. അല്ലല്ല, മന്ത്രി അല്ലാതായിട്ടില്ല. സ്വീകരിക്കണം. മന്ത്രി അല്ലാതായിട്ടില്ല. രാജിക്കത്ത് കൊടുത്താൽ മന്ത്രി അല്ലാതാവൂല. ഉപദേശം വല്ലതും കൊടുക്കാൻ വരട്ടെ. മന്ത്രി എൻ്റെ രാജിക്കത്തിൽ ഇപ്പോൾ സമർപ്പിച്ചതല്ലേ ഉള്ളൂ. ഇനി ഘട്ടങ്ങളുണ്ടല്ലോ. അത് കഴിയുമ്പോൾ അങ്ങനെ വന്നാൽ അന്ന് സംസാരിക്കാം. ഉപദേശം കൊടുക്കും. അല്ല, ആവശ്യമായ ഉപദേശം എപ്പോഴും ഞാൻ MLA അല്ലേ. MLA എന്നുള്ള നിലയ്ക്ക് സാധാരണക്കാർക്കും കൊടുക്കാൻ ഉപദേശം കൊടുക്കാം. MLA ആയിരിക്കുമ്പോൾ കൂടുതൽ നിർദ്ദേശം കൊടുക്കാം. എൻ്റെ മണ്ഡലത്തിലാണ് ചീഫ് ഓഫീസും തമ്പാനൂർ ബസ് സ്റ്റാൻഡും എല്ലാം ഉള്ളത്. സർക്കാരിന് ഇടപെടൽ മതിയോ KSRTCയുടെ കാര്യത്തിൽ? അല്ല, അത് വരട്ടെ, ഞാൻ പറയാം. ഞാൻ അത്തരം കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് താമസം പിന്നെ പങ്കുവയ്ക്കുന്നതാണ്. ഒരിക്കലുമില്ല. ഇതൊരു നല്ല കിരീടമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു വെല്ലുവിളിയുള്ള ഒരു വകുപ്പ് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലേ ഒരു മന്ത്രി, നല്ല മന്ത്രിക്ക് ചെയ്യാൻ കഴിയും. അല്ലാതെ സുഗമമായി ഒരു ആരുടെയും സഹായമില്ലാതെ, ഒരു മന്ത്രി ഇടപെടലില്ലാതെ സാധാരണ പോകുന്നൊരു വകുപ്പാണെങ്കിൽ മന്ത്രിക്ക് എന്താ പണി? അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മുൾക്കിരീടമായിരുന്നിട്ടില്ല. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ആ വകുപ്പ് ഇതുവരെ. യൂണിയനുകളുമായിട്ടുള്ള ചർച്ച, യൂണിയനുകളുടെ പരിധി വെട്ടിക്കുറച്ചത്, അങ്ങനെ നിരവധിയായ പരിഷ്കാരങ്ങളാണ് മന്ത്രിയായിരുന്ന കാലയളവിൽ നടത്തിയത്. ശമ്പളത്തിന്റെ പേരിൽ പലതവണ പരാതി കേട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഈ യൂണിയന്റെ പ്രവർത്തനം, അതുപോലെ തന്നെ KSRTCയുടെ പുതിയ ബസ് ഇറക്കുന്നു, അതുപോലെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓട്ടിക്കുന്നു, ഗ്രാമവണ്ടി ഇറക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല പദ്ധതികൾ നടത്തി ഇറങ്ങിപ്പോകുമ്പോൾ KSRTCക്ക് എന്താണ് ഒരു പുതിയതായിട്ട് വേണം എന്ന് ഒരു കാര്യം പറയാൻ പറ്റും? അല്ല, അത് ഞാൻ എൻ്റെ രാജി സ്വീകരിച്ചതിന് ശേഷം പറഞ്ഞാൽ പോരെ. ഞാനിപ്പോൾ രാജി സമർപ്പിക്കുമ്പോൾ ഇപ്പോഴും ഗതാഗത മന്ത്രി തന്നെയാണ്. അപ്പം മന്ത്രിയായിരിക്കുമ്പോൾ മന്ത്രിസ്ഥാനത്ത് ഒഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. രാജി കൊടുത്തു എന്നുള്ളതുകൊണ്ട് ഞാൻ മന്ത്രി അല്ലാതാകുന്നില്ല. രാജി സ്വീകരിച്ച് ജീവ ഇറങ്ങുമ്പോഴേ ഞാൻ മന്ത്രി അല്ലാതാവുള്ളൂ. ഇപ്പോൾ ഒരു ഉപദേശം കൊടുക്കാനുള്ള സമയം ആയിട്ടില്ല. KSRTCയിൽ അങ്ങനെ ഇപ്പോഴും രക്ഷപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പൊതുഗതാഗത സംവിധാനങ്ങളെ ആലോചിക്കുമ്പോൾ KSRTC കേരളത്തിൽ പൊതുഗതാഗത സംവിധാനം ഇത്ര മെച്ചപ്പെട്ട സംസ്ഥാനം കുറവാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പൊതുഗതാഗത സംവിധാനം അടച്ചുപൂട്ടിയിട്ട് വർഷങ്ങളായി. KSRTC പോലൊരു പൊതുഗതാഗത സംവിധാനം ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നല്ലോ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പൊതുഗതാഗത സംവിധാനം അടച്ചുപൂട്ടി സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞു. അവിടെയാണ് കേരളത്തിൽ ഇത് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ലാഭം ഉണ്ടാക്കാനുള്ളതല്ല. ഞാൻ പറയാറുണ്ട്, പൊതുഗതാഗതം എന്ന് പറയുന്നത് പൊതുജനാരോഗ്യവും പൊതുവിദ്യാഭ്യാസവും പോലെ ജനങ്ങൾക്ക് സേവനം നൽകേണ്ട ഒരു വകുപ്പാണ്. ലാഭത്തിന് വേണ്ടിയല്ല. ഗവൺമെൻറ് കുറേ പണം മുടക്കിയാണെങ്കിലും ജനങ്ങൾക്ക് പൊതുഗതാഗത സംവിധാനം നിലനിർത്തണം. അതിനുവേണ്ടി കുറേ പണം മുടക്കിയാലും കുഴപ്പമൊന്നുമില്ല. ലത്തീൻ അതിരൂപത അടക്കമുള്ളവയായിട്ട് വിഴിഞ്ഞ സമര സമയത്ത് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ഒരു മന്ത്രി അങ്ങയാണ്. അവരുടെ കാര്യങ്ങളിൽ ഏൽക്കുന്നില്ല, അവരുടെ വോട്ട് വാണിച്ച് വിജയിച്ച ഒരാളാണ്. അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത് അങ്ങക്കെതിരെയാണ് ആ സമയത്തൊക്കെ. ഇപ്പോൾ അങ്ങ് മന്ത്രിസ്ഥാനത്ത് നിന്ന് പിരിയുമ്പോൾ അവർ വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലാണ് വിമർശനം നടത്തിയെന്ന് തോന്നുന്നുണ്ടോ? ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങളൊന്നും തന്നെ അത് വ്യക്തിപരമായിട്ട് എനിക്കെതിരെയുള്ളതല്ല, അതെൻ്റെ കസേരയ്ക്കെതിരെയുള്ള വിമർശനമാണ്. അതുകൊണ്ട് അതിനെ വ്യക്തിപരമായിട്ട് ഞാൻ ഒരിക്കലും എടുക്കുകയില്ല. എനിക്ക് അങ്ങനെ എന്നെ വ്യക്തിപരമായിട്ട് വിമർശിച്ചതായിട്ട് എനിക്ക് ഒരിക്കലും തോന്നി. നിങ്ങൾ തന്നെ എന്തെല്ലാം വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്, അതൊന്നും ഞാൻ വ്യക്തിപരമായിട്ട് എടുത്തിട്ടില്ലല്ലോ, ഇനി എടുക്കുകയില്ല. അതെല്ലാം കസേരയോടുള്ള ഒരു വിമർശനമായിട്ട് ഞാൻ കണക്കാക്കുള്ളൂ. നാളെയും ഈ KSRTCയുടെ കാര്യത്തില് ഇപ്പോൾ ഈ മാസവും 121 കോടി രൂപ സർക്കാർ കൊടുത്തു. ഈ സർക്കാർ കൊടുത്ത് ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകും? അല്ല, അത് ഈ ലോകമെമ്പാടും സർക്കാരിൻ്റെ സഹായത്തോടെയാണല്ലോ ഈ പൊതുഗതാഗത സംവിധാനം നിലനിൽക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല. കേരളത്തിലാണ് അല്പം സഹായം കുറവെന്ന് വേണമെങ്കിൽ പറയാം. തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഇതിനേക്കാളും വലിയ സാമ്പത്തിക സഹായം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങനെയാണെങ്കിൽ പൊതുജനാരോഗ്യ ആശുപത്രികൾക്ക് വേണ്ടി എത്ര കോടിയാണ് ചിലവാക്കുന്നത്? പൊതുവിദ്യാഭ്യാസം സ്കൂളുകൾക്ക് വേണ്ടി എത്ര കോടിയാണ് ചിലവാക്കുന്നത്? അതിൻ്റെ ഒരു അംശമല്ലേ KSRTC ചിലവാക്കുന്നുള്ളൂ. ഇത് അതുപോലെയല്ല. എല്ലാ കോർപ്പറേഷനുകളെയും പോലെയും പൊതുഗതാഗത സംവിധാനത്തെ നമുക്ക് കാണാൻ കഴിയില്ല. മറ്റേതൊക്കെ അടച്ചുപൂട്ടിയാലും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒരു സിമൻറ്റ് ഫാക്ടറി അടച്ചുപൂട്ടിയാൽ വേറെ ഓൾട്ടർനേറ്റീവ് ഉണ്ട്. പക്ഷേ പൊതുഗതാഗത സംവിധാനം നിലനിന്നില്ലെങ്കിൽ ജനങ്ങളെ വല്ലാതെ ചൂഷണം ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടാകും. അതൊഴിവാക്കാൻ പൊതുഗതാഗത സംവിധാനം നിലനിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനുവേണ്ടി ഗവൺമെൻറ് ഇന്ന് ചിലവാക്കുന്നതിനേക്കാൾ കുറേ കൂടി ചിലവാക്കിയാലും നഷ്ടമൊന്നുമില്ല. പിന്നെ പ്രധാനമായിട്ട് 70 കോടി രൂപ പെൻഷനാണ് കൊടുക്കുന്നത്. ആ പെൻഷൻ മാറ്റിവെച്ചാൽ 20 കോടി രൂപയുടെ ധനസഹായം മാത്രമേ പ്രതിമാസം ഗവൺമെൻറ് നൽകുന്നുള്ളൂ. വെറും 20 crores. ആ 20 കോടി മാത്രം കൊടുത്തുകൊണ്ട് ഇന്ത്യയിൽ ഏത് പൊതുഗതാഗത സംവിധാനമാണ് നിലനിൽക്കുന്നത്? അങ്ങനെ നോക്കുമ്പോൾ മെച്ചപ്പെട്ടൊരു സ്ഥിതിയല്ലേ കേരളത്തിൽ KSRTC ഉള്ളത്. വെറും 20 crores ആണ് ഗവൺമെൻറ് സഹായം എന്ന് പറയാം. കാരണം 70 കോടി പെൻഷന്, 30 കോടി ഗവൺമെൻറ് ഉത്തരവാദിത്തം ഏറ്റെടുത്തുള്ള പഴയ കുടിശ്ശിക, 3100 കോടി രൂപയുടെ കുടിശ്ശിക KSRTC അടയ്ക്കുന്നതാണ് പ്രതിമാസം 30 കോടി രൂപ തിരിച്ചു നൽകുന്നത്.
അത് നോക്കുമ്പോൾ 70-30 കഴിഞ്ഞാൽ പിന്നെ ഈ 20 crores സഹായമേ ഉള്ളൂ പ്രതിമാസം. ആ സഹായം കൊണ്ട് നിലനിൽക്കുന്നില്ലേ KSRTC? അത് ചെറിയ കാര്യമല്ല. അതിൽ ഞാൻ KSRTC ജീവനക്കാരെ ഞാൻ അഭിനന്ദിക്കുകയാണ് ആ കാര്യത്തിൽ.